ഹലോ. 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 ചേട്ടാ, ഞാനൊരു പ്രയർ ഗ്രൂപ്പിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ ആണ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചേട്ടൻ എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗം ഉണ്ടെങ്കിൽ അതാണ് ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ചേട്ടന് താല്പര്യമുണ്ടോ? എവിടുന്നാ വിളിക്കുന്നത്? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ എവിടുന്നാ? ചേട്ടൻ്റെ വീട് തൃശ്ശൂരാണോ? തൃശ്ശൂർ എവിടുന്നാണ്? എൻ്റെ വീട് എവിടെ? കേട്ടിട്ടുണ്ടോ? ഓക്കെ, എന്താ പേരെന്താണ്? എൻ്റെ ഓക്കെ, പറഞ്ഞോളൂ. ചേട്ടൻ എന്തെങ്കിലും പ്രാർത്ഥനാ നിയോഗം ആവശ്യമുണ്ടോ? പ്രാർത്ഥനാ നിയോഗം നിങ്ങൾ ഏത് പ്രയർ ഗ്രൂപ്പിൽ നിന്നാണ്? ഞങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രയർ ഗ്രൂപ്പിൽ നിന്നാണ്. എന്താണ്? പ്രകാശത്തെ തപ്പിപ്പോവുക. പ്രകാശത്തിൽ തപ്പിപ്പോവുകയല്ല, പ്രകാശത്തിന്റെ സഭ. ഓക്കെ, ഇത് നിങ്ങൾ എവിടെയാ ഇത് സെൻട്രലൈസ് ചെയ്തിരിക്കുന്നത്? എവിടെയാ? ഞങ്ങൾ ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഏത് ഏത് കമ്മ്യൂണിറ്റിയിലാണ്? എന്താ പറഞ്ഞത്? ഏത് കമ്മ്യൂണിറ്റിയുടേതാണ്? ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു സഭയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള ഈ ഗ്രൂപ്പ് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ആയിക്കോട്ടെ, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ്, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്തിന്, കാത്തലിക് ആണോ, പ്രൊട്ടസ്റ്റന്റ് ആണോ, CSI ആണോ, എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രൂപ്പിൽ അങ്ങനെ പ്രത്യേകിച്ച് സഭന്നോ അങ്ങനെയൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിലും ആരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ വേണമെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്ത് ബൈബിളാണോ യൂസ് ചെയ്യുന്നത്? അതെ, ബൈബിൾ തന്നെയാണ്. ഏത് ബൈബിൾ ഉപയോഗിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾ POC ബൈബിളാണ് യൂസ് ചെയ്യുന്നത്. POC ബൈബിൾ എന്ന് വെച്ചാൽ കാത്തലിക് ബൈബിൾ അല്ലേ? അതെ അതെ. അപ്പൊ കാത്തലിക് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു സഭയുമായിട്ട് ബന്ധമില്ല, ഏതെങ്കിലും ചർച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. പ്രാർത്ഥനാ നിയോഗം, ഞങ്ങളിപ്പോ ഒരു പ്രാർത്ഥനാ നിയോഗം പറഞ്ഞാൽ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? ഞങ്ങളൊക്കെ തന്നെയായിരിക്കും പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഗ്രൂപ്പിൽ പ്രാർത്ഥനാ നിയോഗം ഇടും. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും കൂടി ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനും കൂട്ടത്തിൽ പ്രാർത്ഥിക്കും. അങ്ങനെ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗം, നിങ്ങൾ പ്രാർത്ഥിക്കാണ്ട് ഒരു ടീമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. എത്ര പേരുള്ള ടീമാണ്? കുറച്ചധികം പേരുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളോട്, നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചതാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാത്ത എന്തുകൊണ്ടാണ്? ഞാനിത് ചോദിക്കുമ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഇത്ര പേരുണ്ടതാണ്, ഇത്രയാണ്, ഇന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ. എനിക്ക് നിങ്ങളുടെ എത്ര പേരുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കുറച്ചധികം പേരുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരാളിപ്പം നമ്മളോട് വിളിച്ചിട്ട്, ഞങ്ങൾക്ക് പല പ്രാർത്ഥനാ നിയോഗങ്ങളുള്ളതാണ്. ഒരാളിപ്പം നമ്മളോട് വിളിച്ചിട്ട് അൺനോൺ ആയിട്ട് നമുക്ക് ഒന്ന് ഓതന്റിക് ആയിട്ട് തോന്നാത്ത തരത്തിൽ നമ്മളോട് പ്രാർത്ഥനാ നിയോഗങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്കത് പറയാൻ ബുദ്ധിമുട്ട് വരില്ലേ? അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു വന്നാലേ ഞങ്ങൾക്ക് നിങ്ങളോടൊരു താല്പര്യം തോന്നുള്ളൂ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ചേട്ടാ, ഞങ്ങൾ വേറെ ഒന്നും അല്ലല്ലോ ചോദിച്ചു, ഒരു പ്രാർത്ഥനാ നിയോഗല്ലേ. ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? എങ്ങനെ സംസാരിക്കുന്നതെന്നാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ക്ലിയർ ആയിട്ട് നിങ്ങളിങ്ങനെ ഒരു ഇങ്ങോട്ട് എന്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയാൽ മാത്രമേ, എനിക്ക് ക്ലിയർ ആക്കി തന്നാൽ മാത്രമല്ലേ എനിക്ക് തുടർന്ന് നിങ്ങളോട് സംസാരിക്കാൻ പറ്റൂ. ചേട്ടൻ ചോദിച്ചതിനൊക്കെ ഞാൻ ആൻസർ തന്നില്ലേ? ഇനി എന്താണ് ചേട്ടന്റെ സംശയം എന്ന് ചോദിക്കും. എന്റെ സംശയം, നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എന്നത് കൃത്യമായിട്ട് അറിയാതെ എന്റെ വിവരങ്ങൾ എങ്ങനെ നിങ്ങളോട് പറയും? എനിക്ക് പ്രാർത്ഥന നിയോഗം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു. എനിക്ക് പ്രാർത്ഥന നിയോഗമുണ്ട്. പക്ഷേ എനിക്ക് പ്രാർത്ഥന നിയോഗം നിങ്ങളോട് പറയാൻ തക്ക വിധത്തിൽ നിങ്ങളെ ക്രെഡിബിലിറ്റി എന്താണെന്ന് അറിയാതെ എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേര് ാണ്. ഞങ്ങൾ കുറച്ച് യൂത്ത്, അതായത് യുവജനങ്ങൾ ചേർന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണിത്. അത് നല്ലതാണ്. യുവജനങ്ങൾ കൂടി ഒരുമിച്ച് കൂടുന്നത്, അത് POC ബൈബിൾ വെച്ചിട്ടാണ്. ക്രിസ്ത്യൻ ആണ്, കാത്തലിക് ആണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും അതിനോട് ഞങ്ങൾക്ക് താല്പര്യക്കുറവൊന്നുമില്ല. അപ്പൊ നിങ്ങളോടത് പറയേണ്ട യൂത്ത്, ഇപ്പൊ എവിടെ നിന്നാണ് നിങ്ങൾക്ക് എന്റെ നമ്പർ കിട്ടിയത്? ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേര് നമ്പറുകൾ ഇടാറുണ്ട്. ഞാൻ ചോദിച്ചത് എന്റെ നമ്പർ എവിടെ നിന്നാണ് കിട്ടിയതെന്നാണ്. ഞാൻ പറയട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേര് നമ്പറുകൾ ഇടാറുണ്ട്. പ്രാർത്ഥനാ നിയോഗം ആവശ്യമുണ്ട്, പിന്നെ മാതാവിന്റെ സന്ദേശം അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ഫേസ്ബുക്കിൽ നിന്ന് നമ്പറുകൾ എടുത്തിടാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ നമ്പർ വന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലത്തെ നമ്പർ ഒന്ന് താ, ആ നമ്പറിലേക്ക് ഞാനും എന്റെ നിയോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇടാം. അങ്ങനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യത്തില്ല. അപ്പൊ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാതെ എങ്ങനെയാണ് ആളുകൾ എന്റെ നമ്പർ അടക്കം അതിലേക്ക് ഇട്ടു എന്ന് നിങ്ങൾ പറയുന്നത്?
ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ച് യുവജനങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ നമ്പറുകൾ മാത്രം ഉള്ള ഒരു ഗ്രൂപ്പാണ്. വേറെ ആരെയും ആഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഇങ്ങനെ വിളിച്ച് അവരുടെ പ്രാർത്ഥനാ നീക്കം എന്താണെന്ന് വെച്ചാൽ അതിലിട്ടിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കലാണ് ചെയ്യാറ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യം തന്നെ. എന്റെ നമ്പർ എങ്ങനെ ഏത് യുവജനമാണ് അതിലിട്ടത് എന്ന് അറിയാനുള്ള അവകാശം എനിക്കില്ലേ? കാരണം സ്വാഭാവികമായിട്ടും എന്റെ ഫോൺ നമ്പർ എന്റെ സ്വകാര്യതയല്ലേ? ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും അത് എനിക്കത് അറിയാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. ആ ചേട്ടാ, ഞാനത് ഗ്രൂപ്പിൽ നോക്കിയിട്ട് പറയാം ആരാണ് ചേട്ടൻ്റെ നമ്പർ ഇട്ടേന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പൊ ഇപ്പോൾ ഇത് ഗ്രൂപ്പ് എവിടെയാണ് നിങ്ങൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? എനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനോ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? ഈ നമ്പറിലേക്ക് വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ചേട്ടൻ്റെ പേരൊന്ന് പറയോ? എന്റെ പേര് നിങ്ങൾ ഈ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നമ്പർ എന്റെ പേര് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഒരാളെ വിളിച്ചു കഴിയുമ്പം ഞാൻ ചോദിക്കുന്നത്, ഒരാളോട് വിളിച്ചിട്ട് പിന്നെ ആൾ ആരാണെന്ന് പോലും അറിയത്തില്ലാതെയാണോ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഏത് മതക്കാരനാണ്, ഞാനിത് ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണോ, ഞാൻ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയാതെയാണോ നിങ്ങൾ ഇത്തരത്തിൽ ഫോൺ വിളിച്ച് ചോദിക്കുന്നത്? ഏറ്റവും സാറ് നിങ്ങൾക്ക് നമ്പർ കയ്യിലുണ്ട്, ഫയലിലുണ്ടെങ്കിൽ വെറുതെ ഇരുന്നിട്ട് 1 2 എന്ന് മുകളിൽ നിന്ന് ആദ്യം മുതലേ നമ്പർ അടിക്കുകയാണോ ചെയ്യുന്നത്? അത് നമുക്കൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അതൊരു മോശമല്ലേ? മറ്റൊരാളെ വിളിച്ചിട്ട് അവരെ ആക്ഷേപകരമായി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് അവർ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് വീണ്ടും അത് ഇത്തരത്തിലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് വിളിച്ച് എന്നെ ഇങ്ങനെ വിളിച്ചു എന്നും പറഞ്ഞിട്ടൊക്കെ ഒരാൾ വിളിച്ച് ആക്ഷേപിക്കുക, അങ്ങനെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കോമൺ ആയിട്ട് മോശമല്ലേ? നിങ്ങൾ എന്താണ് അത് ശ്രദ്ധിക്കാത്തത്? നിങ്ങൾ എന്നെ ആക്ഷേപിച്ചു എന്നല്ല പറഞ്ഞത്. നിങ്ങളിപ്പോൾ ഒരു അൺനോൺ നമ്പറിലേക്ക് വിളിച്ചു, അയാൾ തിരിച്ച് ഏതെങ്കിലും തരത്തിൽ മോശമായി റെസ്പോണ്ട് ചെയ്തു, അവരെന്നത് റെക്കോർഡ് ചെയ്തു അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യനാണ് ഞാനും. അപ്പൊ ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി മോശമല്ലേ അത്? അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഒരാളുടെ ഐഡന്റിറ്റി അറിഞ്ഞിട്ട് വേണ്ടേ അവരോട് വിളിക്കാൻ? ചേട്ടാ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേരുടെ നമ്പർ വരാറുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് നിങ്ങൾ പറയണം, ഒത്തിരി പേരുടെ നമ്പർ നിങ്ങൾക്ക് ആരാണ് തരുന്നത്? നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നത് ആരാണ്? ചേട്ടാ, അത് എല്ലാവരും ഇടാറുണ്ട്. ആയിക്കോട്ടെ, ഗ്രൂപ്പിൽ സ്വാഭാവികമായിട്ട് 256 പേരല്ലേ ഉള്ളൂ നിങ്ങളുടെ ഗ്രൂപ്പിൽ. നിങ്ങളുടെ ഗ്രൂപ്പിൽ 256 പേരാണ് മാക്സിമം ഉണ്ടാവും. ഈ 256 പേർക്ക് ഇത്രയധികം ഫോൺ നമ്പറുകൾ എവിടുന്ന് കിട്ടുന്നു? ഞാൻ പറഞ്ഞല്ലോ അത് ചേട്ടന്റെ അടുത്ത്. പലരും ഫേസ്ബുക്കിൽ നിന്ന് എടുത്തുന്ന നമ്പർ ആയിരിക്കും. ഫേസ്ബുക്കിൽ എവിടുന്നാണ് ഇങ്ങനെ നമ്പർ? എന്റെ നമ്പർ എവിടുന്നാണ് ഫേസ്ബുക്കിൽ വരുന്നത്? എന്റെയോ എന്റെ ആളുകളുടെ നമ്പർ എങ്ങനെ ഫേസ്ബുക്കിൽ വരും? അത് ചേട്ടൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടാവുമെങ്കിൽ ചേട്ടന്റെ നമ്പർ ഫേസ്ബുക്കിൽ വരും. എന്റെ നമ്പർ ഫേസ്ബുക്കിൽ ഇല്ല. ഇല്ലെങ്കിൽ ചേട്ടന്റെ ഏതെങ്കിലും റിലേറ്റീവ്സ് കൊടുത്തതായിരിക്കും. എന്റെ റിലേറ്റീവ്സ് ആരും ഇങ്ങനത്തെ നമ്പറുകൾ കൊടുക്കാനില്ലല്ലോ. ചേട്ടാ, അറിയത്തില്ലാത്ത ഒരാളെ മാത്രം സംസാരിച്ചാൽ മതി. പ്രാർത്ഥന ഇങ്ങനെ കട്ട് ഓഫ് ആയിട്ട് ഇങ്ങനെ പറയേണ്ടതില്ല. ദയവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇനി വിളിക്കേണ്ടതില്ല. ഓക്കെ, ശരി.